ഹലോ, സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഊരവേദനയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ, ഉപകാരപ്പെടും. ഒരു ക്വസ്റ്റ്യൻ തന്നെ, 35 വയസ്സുണ്ട്, ഊരവേദനയാണ്. ഊരവേദന എന്ന് പറയുമ്പോൾ ബട്ടക്സിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് കാലിലേക്ക് വരുന്ന വേദനയാണ്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക് ബൾജ് ഇല്ല. സ്കാൻ എല്ലാം എടുത്തു, അതെല്ലാം നോർമലാണ്. ഡിസ്ക് ബൾജ് ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആ ഒരു ബട്ടക്സിന്റെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇത് സയാറ്റിക് തന്നെയാണ്. സയാറ്റിക്ക് ശരിക്കും ഡിസ്ക് ബൾജ് വന്നിട്ട് ആ ഒരു സയാറ്റിക് നെർവിൽ തട്ടിയിട്ട് സയാറ്റിക് നെർവിന് ഇറിറ്റേഷൻ ഉണ്ടാവണമെന്നില്ല. സയാറ്റിക് നെർവിന് ഏത് തരത്തിൽ ഇറിറ്റേഷൻ ഉണ്ടായാലും സയാറ്റിക് പെയിൻ എന്ന അസുഖം വരും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഫോമിസ് എന്നൊരു മസിൽസ് ഉണ്ട്. പെരിഫോമിസ് മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബട്ടക്സിന്റെ ഏറ്റവും ഡീപ്പ് സൈഡിൽ ഉള്ളിലുള്ള ഒരു മസിൽസ് ആണ്. അതുപോലെ തന്നെ ഗ്ലൂട്ടിയൽ മസിൽസ്, അതായത് നമ്മുടെ ബട്ടക്സിൽ പൊതുവെ കാണുന്ന ആ ഒരു മസിൽസ്. ഈ മസിൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ സയാറ്റിക്കയിൽ തട്ടിയിട്ട് സയാറ്റിക്ക നെർവിന് ഇറിറ്റേഷൻ ഉണ്ടാകാം, സയാറ്റിക്ക പെയിൻ വരാം. പൊതുവെ ഇത് കാണുന്നത് ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡേറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ നയിക്കുന്ന ആൾക്കാർ. സെഡേറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിലും ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇരുന്ന് ആ ഒരു ബട്ടക്സിന്റെ സൈഡിലുള്ള മസിൽ നല്ല രീതിയിൽ ടൈറ്റ് ആവും. അങ്ങനെ ടൈറ്റ് ആയിട്ട് ഓവർ ടൈറ്റ് ആവുന്ന സമയത്ത് ഇത് സയാറ്റിക്ക നെർവിന് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് സയാറ്റിക്ക എന്നുള്ള അസുഖം വരാം. ഇതിൽ ഡിസ്ക് ബൾജ് ഉണ്ടാവുന്ന യാതൊരു വിധത്തിലുള്ള ഇതും ഇല്ല. പിന്നെ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നട്ടലിന്റെ അടിഭാഗത്തുനിന്നായിരിക്കില്ല തുടങ്ങുക. ഇത് മിക്കവാറും ബട്ടക്സിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കും തുടങ്ങുക. കാരണം ഇത് ബട്ടക്സിന്റെ അവിടെയുള്ള മസിൽസ് ടൈറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. പിന്നെ ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ എണീക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര വേദന ഉണ്ടാവുക. കാരണം എന്താണ്, അവിടെ ടൈറ്റനിങ് ഓഫ് ദ മസിൽസ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ബോട്ടക്സിന്റെ ഭാഗത്തൊക്കെ നല്ല അമർത്തി കൊടുത്തിട്ട് നല്ല റിലീഫ് കിട്ടുകയും ചെയ്യും. ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്. സോ പറഞ്ഞു വന്നത് ഇത്രയാണ്. സയാറ്റിക്ക വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബൾജ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. താങ്ക് യു.